ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കനത്ത കാറ്റിൽ എറണാകുളം ആലുവ മുട്ടത്ത് റോഡിലേക്ക് മരം ഒടിഞ്ഞു വീണു. മുട്ടം മെട്രോ പില്ലർ 281 സമീപത്താണ് ഈ സംഭവമുണ്ടായത്. ആലുവ മുതൽ കളമശ്ശേരി വരെ ഗതാഗത തടസ്സം. മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമം തുടരുകയാണ്. റാഫി കരിമുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. റാഫി, ഇതെപ്പോഴായിരുന്നു സംഭവം? ഇപ്പോഴും ഈ ഗതാഗത തടസ്സം തുടരുകയാണ്. ഉന്മേഷ്, ശക്തമായ കാറ്റിൽ രാത്രി 9 മണിയോടുകൂടിയാണ് ആലുവ മുട്ടത്ത് റോഡിലേക്ക് മരം ഒടിഞ്ഞു വീണത്. മെട്രോ പില്ലർ 281-നും 282-നും ഇടയിലാണ് ഇത്തരത്തിൽ മരം റോഡിലേക്ക് മുറിഞ്ഞു വീണിരിക്കുന്നത്. മരത്തിന്റെ വലിയൊരു ചില്ലയാണ് റോഡിലേക്ക് മുറിഞ്ഞു വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടപ്പള്ളിയിൽ നിന്ന് ആലുവയ്ക്ക് പോകുന്ന ഭാഗത്താണ് ഗതാഗത തടസ്സം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്ത് വലിയ ഗതാഗത തടസ്സം രൂപപ്പെട്ടിട്ടുണ്ട്. ആലുവ വരെ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട് എന്നുള്ളതാണ് ഈ ഗതാഗത തടസ്സത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ നമ്മളോട് പറഞ്ഞത്. അല്പസമയം മുൻപാണ് ഈ വിവരം പോലീസും ഫയർഫോഴ്സും അറിഞ്ഞത്. ഉടനെ തന്നെ ആലുവയിൽ നിന്നുള്ള ഒരു ഫയർ യൂണിറ്റ് സംഘം ഈ പ്രദേശത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവർ എത്തി ഈ റോഡിലേക്ക് ഒടിഞ്ഞു വീണിരിക്കുന്ന മരത്തിന്റെ ചില്ല അത് മാറ്റിയതിനു ശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും കനത്ത മഴയും കാറ്റുമായിരുന്നു എറണാകുളം ജില്ലയിൽ ഇന്ന് വൈകിട്ട് മുതലുണ്ടായിരുന്നത്. ആ കാറ്റിലാണ് രാത്രി 9 മണിയോടുകൂടി എറണാകുളത്ത് മുട്ടത്ത് മെട്രോ പില്ലർ 281-നും 282-നും ഇടയിൽ മരച്ചില്ല ഒടിഞ്ഞ് റോഡിലേക്ക് വീണത്. ഈ മരച്ചില്ല ഒടിഞ്ഞ് റോഡിലേക്ക് വീണതാണ് ഇത്തരത്തിൽ വലിയ ഗതാഗത കുരുക്കിനും കാരണം. ശരി, റാഫി കരിയുമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.